NIT പഠിക്കണം, IIT പഠിക്കണം, എയിംസിൽ പോകണം, ഐസർ കിട്ടണം, ഐക്കർ കിട്ടണം, അങ്ങനെ ഏതെങ്കിലും എൻട്രൻസ് ഒക്കെ കിട്ടണം എന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തയ്യാറാവണമെന്നോ എന്ത് പഠിക്കണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് സ്വപ്നങ്ങൾ വലുതാണ്. ഞാൻ RD മെസോൺ ഗ്ലോബലിന്റെ ഫൗണ്ടർ ആൻഡ് CEO. നമുക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലെ. ഇതിനൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് മെസോണിന്റെ ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിലൂടെ ഞങ്ങളുടെ പബ്ലിക് സ്കൂൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് പോലെ പഠനം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് മുതലേ കേൾക്കുന്നതാണ് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ കുറച്ച് പിള്ളേർക്കേ പറ്റുള്ളൂ, അവർ ബുദ്ധിസ്റ്റുകളാണ്, ബുജികളാണ് എന്നൊക്കെ നമ്മൾ തന്നെ മറ്റുള്ളവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മക്കളെ കാലഘട്ടം ഒരുപാട് മാറിയില്ലേ. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു സാധനമാണ്, ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ പണ്ട് അരിയൊക്കെ കൊണ്ടുപോയിരുന്നത് തലയിൽ വെച്ചിട്ടായിരുന്നു. പക്ഷെ ഇന്ന് അതേ അരി കൊണ്ടുപോകുന്നത് വലിയ ലോറിയിലാണ്. ഒരു ദിവസം കൊണ്ട് അന്ന് 10 ചാക്ക് അരി പോകുന്നതിന് പകരം ഇന്ന് ടൺ കണക്കിന് അരികളാണ് ലോഡ് ചെയ്ത് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ പഠനത്തിലേക്ക് നിങ്ങളത് മാറ്റേണ്ടത്. നിങ്ങളുടെ പഠനം കുറച്ചും കൂടി ടെക്നോളജിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് നമുക്ക് ഇന്ന് AI ഉണ്ട്. നമ്മളൊക്കെ മനസ്സിൽ AI എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്നത് പോലെയാണ് അല്ലേ. പക്ഷെ സത്യത്തിൽ AI എന്ന് പറയുന്നത് നമ്മളുടെ അക്കാഡമിക്കിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് വഴി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റം ഒരുപാടുണ്ട്. സത്യത്തിൽ പുതിയ കാലഘട്ടത്തിൽ പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കോൺസെപ്റ്റൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങി മനസ്സിലാക്കാൻ പറ്റുന്ന AIകൾ വരെയുണ്ട്. ആ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കും. അവിടെയാണ് മെസോണിന്റെ പബ്ലിക് സ്കൂളിന്റെ പ്രത്യേകത. ഞങ്ങൾ കുട്ടികളെ പഠിക്കാൻ തയ്യാറാക്കുന്ന രീതി തന്നെ AI ഉപയോഗിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ കുട്ടിക്ക് പഠിക്കേണ്ടത്, കുട്ടി അറിയേണ്ടതൊക്കെ അവന് കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ അവനെ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറാവേണ്ടത്, എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കുട്ടി തയ്യാറാവേണ്ടത്, എങ്ങനെയാണ് ഒരു ബോർഡ് എക്സാമിന് കുട്ടി തയ്യാറാവേണ്ടത്, ഇതിനൊക്കെ ഒരു കുട്ടിയെ തയ്യാറാക്കുക, സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് മെസോൺ പബ്ലിക് സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മെസോണിന്റെ കൂടെ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും വലിയ റിസൾട്ട് ഉണ്ടാക്കാം. IIT കുട്ടികൾ പോയിട്ടുണ്ട്, NIT പോയിട്ടുണ്ട്, കുസാറ്റിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക്, MBBSകാര്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ ട്യൂഷൻ ബാച്ചിൽ നിന്ന് കുറച്ച് നേരത്തെ ക്ലാസ്സുകൾ കൊണ്ട് ഇവർക്ക് നേടാൻ പറ്റിയെങ്കിൽ മുഴുവൻ സമയം മെസോണിന്റെ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കിയാൽ ബോർഡ് എക്സാമിന് നല്ല മാർക്ക്, ഏതെങ്കിലും ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യുക. എൻട്രൻസ് എത്ര ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? നിലവിൽ 32 എൻട്രൻസുകൾ നമ്മൾ ഇന്ത്യയിലുണ്ട്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. സോ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് കൃത്യമായ ഫോക്കസോടുകൂടി. കാരണം എല്ലാ കോഴ്സുകളും എൻട്രൻസിനെ ബേസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളായിരിക്കും നാളെ പരാജയപ്പെടുന്നവർ. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടരുത്, വിജയിക്കേണ്ടവരാണ്. കൂടെയുണ്ട് മെസോൺ. ഓൾ ദി ബെസ്റ്റ്.